രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 5:6 ഗുണനഫലം 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ആപ്പ്. ഇന്ന് നമുക്ക് 2021 മുതൽ കേരള PSC ചോദിച്ചിട്ടുള്ള അംശബന്ധവും അനുപാതവും റേഷ്യോസ് ആൻഡ് പ്രപ്പോർഷൻ എന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഏതൊരു PSC പരീക്ഷ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഒരു ചോദ്യം അതെവിടെ നിന്നായിരിക്കും? അംശബന്ധവും അനുപാതവും അല്ലെങ്കിൽ റേഷ്യോസ് ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ളതാണ്. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്തു പോകാം. ഇതോടുകൂടെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമെല്ലാം മനസ്സിലാവും. സോ നമുക്ക് ഒട്ടും സമയം വൈകിക്കാതെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക? എന്താ പറയുന്നത്? 8:2 എന്ന അംശബന്ധത്തിലാണ് എയും ബിയും ഒരു വസ്തുവിനെ വിഭജിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 2/5, ഓപ്ഷൻ ബി 1/5, ഓപ്ഷൻ സി 3/5, ഓപ്ഷൻ ഡി 4/5. സോ ആദ്യം തന്നെ A:2B അല്ലെ? A:2B ഏതാണ് അംശബന്ധം ഇവിടെ തന്നിട്ടുള്ളത്? 8:2 എന്നാണ് അല്ലെ? ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്? എക്കാണ് കൂടുതൽ ബിയേക്കാൾ അല്ലെ? 8:2 എന്ന് എഴുതുന്ന സമയത്ത്. അപ്പൊ ഈ റേഷ്യോനെ നമുക്കൊന്ന് ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. അതിനായിട്ട് 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 4. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1. സോ ഈ 8:2 എന്നുള്ളതിനെ 8:2 എന്നുള്ളതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ റേഷ്യോ ആക്കി എഴുതിയിരിക്കുക. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം അത് 4:1 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. സോ അതിനായിട്ട് നമ്മൾ ടോട്ടൽ ഇവിടെ എത്ര ഭാഗമുണ്ട് എന്ന് നോക്കണം. ടോട്ടൽ എത്ര ഭാഗമാണ്? ആകെ 4 + 1 5 ഭാഗമായിരിക്കും. അതിൽ എക്ക് കിട്ടുന്നത് എത്ര? എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് എക്ക് ബിയേക്കാൾ എത്രയാ കൂടുതൽ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. എത്ര കൂടുതലുണ്ട്? 3 കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 3/5 എന്നായിരിക്കും ആൻസർ വരിക. സോ ഇങ്ങനെ എക്ക് ബിയേക്കാൾ എത്ര കൂടുതൽ അല്ലെങ്കിൽ ബിക്ക് എയേക്കാൾ എത്ര കൂടുതൽ എന്ന് നോക്കാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എഴുതണം. ഇനി ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് ന്യൂമറേറ്ററിൽ അഥവാ അംശത്തിൽ എഴുതേണ്ടത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പരീക്ഷകളിൽ പരീക്ഷാ പേപ്പറൊക്കെ കിട്ടാറുണ്ട് അല്ലെ? അവിടെ നിങ്ങൾക്കറിയാം, ടോട്ടൽ മാർക്കാണ് എപ്പോഴും താഴെ എഴുതാം. നമുക്ക് ടീച്ചർ ഒരു വട്ടത്തിനകത്ത് റെഡ് പെന്ന് കൊണ്ട് എഴുതി തരാറുണ്ട്. അവിടെ ടോട്ടൽ മാർക്ക് താഴെയും നമുക്ക് കിട്ടിയ മാർക്ക്, നമ്മൾ ആ പരീക്ഷയ്ക്ക് വാങ്ങിച്ച മാർക്ക് മുകളിലുമാണ് എഴുതാറുള്ളത്. സോ ഇവിടെ എത്ര ഭാഗമാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ടോട്ടലാണ്, റേഷ്യോയുടെ ടോട്ടലാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. ഇനി എക്ക് ബിയേക്കാൾ എത്ര കൂടുതലെന്നോ ബിക്ക് എയേക്കാൾ എത്ര കുറവെന്നോ ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. 4ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ്, 3 ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് 3/5 എന്നായിരിക്കും. ഓപ്ഷൻ സി അല്ലെ? ഓപ്ഷൻ സി ആണ് ഇവിടെ 3/5 എന്ന് തന്നിട്ടുള്ളത്. ഇത് നമ്മുടെ 2021 12th പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു നിശ്ചിത വസ്തു പിക്കും ക്യൂനുമായി 21:81 എന്ന അംശബന്ധത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും പിക്ക് ലഭിക്കുക? സോ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ എക്ക് ബിയേക്കാൾ എത്ര കൂടുതലായിരിക്കും എന്ന് ചോദിച്ചു. ഇവിടെ കൃത്യമായി പിക്ക് എത്ര ഭാഗമായിരിക്കും ലഭിക്കുക എന്നാ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് നമുക്ക് പിയും ക്യൂവും തമ്മിലുള്ള റേഷ്യോ എന്ന് എഴുതാം. പിയും ക്യൂവും തമ്മിലുള്ള റേഷ്യോ 21:81 എന്നാണ് അല്ലെ? 21:81. ഇനി ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും പിക്ക് ലഭിക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. സോ എപ്പോഴും ഛേദത്തിൽ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ ആകെ തുകയാണ് നമ്മൾ എഴുതേണ്ടത്. 21ഉം 81ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 102 എന്ന് കിട്ടും. ഇനി
പിക്ക് എത്രയാ ലഭിക്കുക എന്ന് ചോദിച്ചാൽ റേഷ്യോയിൽ പിക്ക് എത്രയാ വാല്യൂ 21 അല്ലെ. റേഷ്യോയിൽ 21. സോ 21/102. 102ൽ 21 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? പിക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവനെ ഒന്ന് വെട്ടിച്ചെറുതാക്കാം അല്ലെ. 3 കൊണ്ട് കട്ട് ചെയ്താൽ 7 3 21. ഇവിടെയാണെങ്കിൽ 3 9 4 3 12. 7/34 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷനിൽ 7/34 ഉണ്ടോ? ദേ ഓപ്ഷൻ സി. കണ്ടോ? ഓപ്ഷൻ സിയുടെ വാല്യൂ എത്രയാണ്? 7/34. സോ കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അവിടെ എക്ക് ബിയേക്കാൾ എത്ര കൂടുതൽ എന്ന് ചോദിച്ചു. 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണിത്. ഇതെങ്ങനെയാണ്? പിക്ക് എത്രയാണ് ലഭിക്കുക എന്ന്. അപ്പൊ പിക്ക് എത്ര ലഭിക്കുക എന്ന് ചോദിച്ചാൽ ആകെ എന്നുള്ളത് ഡിനോമിനേറ്ററിൽ കൊടുക്കുക, റേഷ്യോയില് പിയുടെ വാല്യൂ എന്താണോ അത് ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഇനി ഇവിടെ തന്നെ ക്യൂക്ക് എത്ര ലഭിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 81 ഡിവൈഡഡ് ബൈ ആകെ 102 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു നിശ്ചിത തുക എക്കും ബിക്കും ആയി 3:27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും എക്ക് ലഭിക്കുക? സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം 10th പ്രിലിംസ് 2021 ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ റേഷ്യോ എങ്ങനെയാ തന്നിട്ടുള്ളത്? A:B അല്ലെ. A:B എന്നുള്ളത് 3:27, 3:27 എന്നാണ്. ഇനി വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും എക്ക് ലഭിക്കുക? എക്ക് ലഭിക്കുന്ന ഭാഗമാണ് കാണേണ്ടത്. സോ ആകെ തുക ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആദ്യം സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. 3 കൊണ്ട് കട്ട് ചെയ്താൽ 1 3 3 9 3 എത്ര വരും? 27 എന്ന് വരും. 1:9 എന്ന അംശബന്ധമാക്കി നമുക്കിതിനെ മാറ്റാം. ഇനി ഇവിടെ ആകെ എത്രയാ വരിക? ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എവിടെയാണ് എഴുതേണ്ടത്? ഡിനോമിനേറ്ററിലാണ് എഴുതേണ്ടത് അല്ലെ. അപ്പോൾ ആകെ 10. അതിൽ എക്ക് എത്ര ഭാഗമാണ് ലഭിക്കുക എന്നല്ലേ ചോദ്യം. എക്ക് എത്ര ഭാഗമാണ് ലഭിക്കുക? 1 ഭാഗം അല്ലേ. 10ൽ 1 ഭാഗമാണ് എക്ക് ലഭിക്കുന്നത്. സോ ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. 1/10. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ആൺകുട്ടികളുടെ എണ്ണം 24 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? 12th പ്രിലിംസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലേ, ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ഒരിക്കലും ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് തരുന്ന സമയത്ത് നിങ്ങൾ മാറി G:B എന്നോ അങ്ങനെ എഴുതരുത്. ഇവിടെ ഏത് രീതിക്കാണോ ആദ്യം ആൺകുട്ടികൾ പിന്നീടാണ് പെൺകുട്ടികൾ. സോ അപ്പൊ നിങ്ങൾ ഇവിടെ താഴോട്ടെടുത്ത് എഴുതുമ്പോഴും ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യണം. സോ ഇവിടെ റേഷ്യോ വരുന്നത് 3:2 എന്നാണ്. ഇനി എന്താ ചോദ്യം? ആൺകുട്ടികളുടെ എണ്ണം 24 ആയാൽ, അതായത് ഇങ്ങനെ നമുക്ക് റേഷ്യോയിൽ തരുന്നത് കൃത്യമായിട്ടുള്ള സംഖ്യകളല്ല അല്ലെ. ഈ ഒരു 3 എന്നുള്ളതിനെ ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് റിയൽ ആയിട്ടുള്ള നമ്പർ. അതേ കോൺസ്റ്റന്റ് കൊണ്ട് ഈ 2നെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് റിയൽ ആയിട്ടുള്ള സംഖ്യ. അപ്പോൾ ഈ 3:2 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൃത്യമായ സംഖ്യയല്ല. സോ ഇവിടെ ഈ ബോയ്സ് ആണ് എത്രയെന്ന് തന്നിട്ടുള്ളത്? ബോയ്സിന്റെ എണ്ണമാണ് ഇവിടെ 24 എന്ന് തന്നിട്ടുള്ളത് അല്ലെ. ബോയ്സിന്റെ എണ്ണമാണ് 24 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഗേൾസിന്റെ എണ്ണം എത്രയാണ് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. 3 എന്ന് പറയുന്നത് 24 ആയാൽ 2 എന്നുള്ളത് എന്താണ് എന്നാണ് ചോദ്യം. ഇതിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. 24നെ 2 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന 3നെ താഴോട്ട് എഴുതുക. മനസ്സിലായില്ലേ? ഈ 2 കൊണ്ട് 24 ഗുണിക്കുക, ക്രോസ് ചെയ്യുക. 2 × 24 ഡിവൈഡഡ് ബൈ ഒറ്റയ്ക്ക് നിൽക്കുന്ന 3യെ താഴെ എഴുതുക. 8 × 2 എന്ന് വരും. 8 × 2
16 അല്ലെ? ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. പെൺകുട്ടികളുടെ എണ്ണം അല്ലേ ചോദിച്ചിട്ടുള്ളത്, ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? 16 ആയിരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെയല്ലാതെ മറ്റൊരു രീതിക്കും കൂടെ ചെയ്യാം. ഇവിടെ ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറയുന്നത് 3:2 എന്ന അംശബന്ധത്തിലാണെന്ന് പറയേണ്ടത് അല്ലെ. സോ നമുക്കിതിനെ 3x:2x എന്ന് എഴുതാം. ഇതിലെ 3x ആണ് നമുക്ക് എത്രയെന്ന് തന്നിട്ടുള്ളത്? 24 എന്ന് തന്നിട്ടുള്ളത്. സോ ഇവിടുന്ന് x കണ്ടുപിടിക്കാലോ. 24 ഹരിക്കണം 3 നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇനി ഗേൾസിന്റെ എണ്ണമാ ചോദിച്ചിട്ടുള്ളത്. ഗേൾസിന്റെ എണ്ണം 2x ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് 2 × 8 16 എന്ന് എഴുതാം. സോ ഈ രീതിക്ക് നമുക്ക് എക്സ് യൂസ് ചെയ്തിട്ടും ഇതിന്റെ ആൻസർ ചെയ്യാം. പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി അല്ലേ. അതായത് 3 റേഷ്യോയിലെ 3 ആണ് 24 എങ്കിൽ റേഷ്യോയിലെ 2 എത്രയാണ് എന്നുള്ളതാ ചോദ്യം. സോ ഇത്തരത്തിൽ എഴുതി കഴിഞ്ഞാൽ 2 × 24 ഓപ്പോസിറ്റ് ഉള്ളവരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ആൻസർ 16 ആണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 എന്ന അംശബന്ധത്തിലാണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര? പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ ബി 26, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 35. എങ്ങനെയാ ചെയ്യാ? ഇവിടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും റേഷ്യോ ആണ് G:B. ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എത്രയാ അത്? 7:5 എന്നാണ് അല്ലെ. 7:5. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇത്ര കൂടുതലാണ് ഇത്ര കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ റേഷ്യോയിലെ ഡിഫറൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അതായത് 7ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ മക്കളെ? 2 അല്ലേ? 7ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അതായത് റേഷ്യോയിലെ 2 ആണ് ഇവിടെ 8 എന്ന് തന്നിട്ടുള്ളത്. മനസ്സിലാക്കുക, ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോയിലെ 7ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസമായ 2നെയാണ് അവരെ 8 എണ്ണം എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. ആൺകുട്ടികളുടെ എണ്ണം പറഞ്ഞതേ ഈ 5 അല്ലേ? ബോയ്സ് എത്രയാണ്? 5 ആണ്. സോ റേഷ്യോയിലെ 2 ആണ് 8 എങ്കിൽ റേഷ്യോയിലെ 5 എത്രയാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? റേഷ്യോയിലെ 2 ആണ് 8 എങ്കിൽ റേഷ്യോയിലെ 5 എത്രയാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. തൊട്ട് മുൻപ് ചെയ്തതുപോലെ 5നെയും 8നെയും ഗുണിക്കുക. 5 × 8 ഡിവൈഡഡ് ബൈ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന 2നെ താഴോട്ടേക്ക് എഴുതുക. അപ്പൊ എത്രയാ വരാ? 4 2 8. 5 × 4 20 അല്ലെ. 4 20. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായിട്ടുണ്ടോ? സിമ്പിൾ ആണ് കാര്യങ്ങള്. ഇവിടുന്ന് ഈ ഒരു ചോദ്യം വായിച്ച് ഈ റേഷ്യോ ഒന്ന് അത് ഏതാ തന്നിരിക്കുന്നേ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് എന്നാണ്. അപ്പൊ കൂടുതലാണ് എന്ന് പറയുമ്പോൾ റേഷ്യോയിലെ ഡിഫറൻസ് 7ൽ നിന്ന് 5 കുറച്ച 2 2 നമുക്ക് 8 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം റേഷ്യോയിൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയാ? 5 അല്ലെ. 5 എത്രയാന്നാ ചോദിച്ചിട്ടുള്ളത്. 5 എത്രയാ വരിക? 20 എന്നാണ് വരിക അല്ലെ. അതായത് 5 × 8 ഡിവൈഡഡ് ബൈ 2 20 ആയിരിക്കും. ഇനി ഇവിടെ പെൺകുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? 2 8 ആയാൽ പെൺകുട്ടികളുടെ റേഷ്യോയില് നമ്പർ എത്രയാ? 7 എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മതി. അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നീലയും പച്ചയും ചായങ്ങൾ 3:5 എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറമുണ്ടാക്കി. നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. എത്ര ലിറ്റർ നീല ചായമാണ് എടുത്തത്? തൊട്ടു മുൻപേ ചെയ്ത അതേ രീതിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ബ്ലൂ ഉണ്ട്, ഗ്രീനും ഉണ്ട് അല്ലെ. നീലയും പച്ചയും അവർ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുള്ളത് 3:5 എന്നാണ്
അല്ലേ? അങ്ങനെയാണെങ്കിൽ നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. ഞാൻ പറഞ്ഞു കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. അപ്പൊ 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാടാ? 2 അല്ലേ? 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അതായത് റേഷ്യോയിലെ 2 ആണ് ഇവിടെ 12 ലിറ്റർ എന്ന് തന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? റേഷ്യോയിലെ 2 ആണ് ഇവിടെ 12 ലിറ്റർ. കണ്ടോ? പുതിയ നീലയേക്കാൾ കൂടുതലാണ്, 12 ലിറ്റർ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. സോ റേഷ്യോയിലെ വ്യത്യാസമായ 2 ആണ് 12 ലിറ്റർ. അങ്ങനെയെങ്കിൽ എത്ര ലിറ്റർ നീലച്ചായമാണ് എടുത്തത്? അതായത് ബ്ലൂ എത്രയാണ് എടുത്തത് എന്നാണ് നമുക്ക് കാണേണ്ടത്. റേഷ്യോയിലെ 3 എത്രയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായല്ലോ? റേഷ്യോയിലെ 2 12 ആയാൽ റേഷ്യോയിലെ 3 എത്ര? എങ്ങനെ കാണാനായിട്ട് പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങോട്ട്. 3 × 12 ഡിവൈഡഡ് ബൈ 2. 2 12 6 തവണ പോകും അല്ലേ? സോ 3 × 6 18. ഓക്കെ, 18 ലിറ്റർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരവായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് വ്യത്യാസം കൂടുതലാണ് എന്ന് പറയുമ്പോൾ റേഷ്യോയിലെ വ്യത്യാസമാണ്. റേഷ്യോയിലെ വ്യത്യാസം 12 ലിറ്റർ ആണെങ്കിൽ ഇവിടെ ബ്ലൂ അഥവാ നീലച്ചായം എടുത്തത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എത്രയാണ്? 3 ആണ് അല്ലെ? ആ 3 എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 സംഖ്യകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. 2 സംഖ്യകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. ഓരോ സംഖ്യയോടും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 എന്ന് മാറുന്നു. സംഖ്യകൾ ഏതെല്ലാം? ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഗ്രി പ്രിലിംസ് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ കുറച്ചുകൂടെ ഒരു ലെവൽ കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്, 3:5 അല്ലേ? പിന്നെ എന്താ പറയുന്നത്? ഓരോ സംഖ്യയോടും 10 കൂട്ടിയാൽ, അതായത് ഈ 3 എന്നുള്ളത് ഇവിടെ ഒരു സംഖ്യയാണോ? അല്ല. 3x എന്നെഴുതിയാൽ അതൊരു സംഖ്യയാണ്. ആ 3xനോടും 10 കൂട്ടുന്നുണ്ട്. ഇവിടെ 5 അല്ല, 5x-നോടും ഒരു 10 കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിങ്ങനെ ഒരു 10 ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഷ്യോ മാറും. എങ്ങനെ മാറും? 5:7 എന്നായിട്ട് മാറും. ഓക്കെ, 5:7 എന്നായിട്ട് മാറും. എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ ഇത്തരത്തിൽ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതായത് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ റേഷ്യോ കറക്റ്റ് സ്ട്രക്ചേർഡ് ആണോ എന്നൊന്ന് നോക്കണം. അതെങ്ങനെ നമുക്ക് മനസ്സിലാവാം? അതിനായിട്ട് ഇവിടെ ആദ്യത്തെ റേഷ്യോ ഉണ്ടല്ലോ, അതിലെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കാം. 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2. ഞാനൊരു സർക്കിളിനകത്ത് ആ 2 എഴുതിയിട്ടുണ്ട്. അതേപോലെ 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2 ആണ് അല്ലെ? സോ ഇത്തരത്തിൽ മുകളിലെ റേഷ്യോയിലും താഴത്തെ റേഷ്യോയിലും 2 സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെയാണെങ്കിൽ മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ഇനി ഇത് അങ്ങനെ അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ചസ് നമ്മൾ ഇതിനെ വരുത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഓൾറെഡി 2 സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു പണിയേ ഉള്ളൂ. ഈ 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം, ഈ ഒരു വ്യത്യാസം എത്രയാണ് നോക്കാം. ഓക്കെ, 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് റേഷ്യോയിലെ 2 യൂണിറ്റ് എന്നുള്ളത് 10 ആണ്. എന്താണ്? റേഷ്യോയിലെ 2 യൂണിറ്റ്, അതായത് ഈ 3ഉം ഈ 5ഉം തമ്മിലുള്ള വ്യത്യാസം. 3 5 ആവാൻ 2 വേണം അല്ലേ? സോ റേഷ്യോയിലെ 2 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? റേഷ്യോയിലെ 2 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. സോ ഏതൊരു ക്വസ്റ്റ്യനിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് 1 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 1 യൂണിറ്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 10നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 5 എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടി? 1 യൂണിറ്റ് കിട്ടി.
ഇനി വളരെ ഈസിയാണ്. നിങ്ങളോട് ഏതെല്ലാമാണ് സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ റേഷ്യോയിൽ തന്നിട്ടുള്ള ആൾക്കാരാണ് സംഖ്യകൾ. ഇപ്പൊ കിട്ടിയ 3 × 5 15, അതുപോലെ 5 × 5 25 എന്നിവയായിരിക്കും നിങ്ങളുടെ സംഖ്യകൾ. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഒരു തവണയും കൂടെ പറയാം, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ 2 സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ എഴുതി 3:5. അതുപോലെ ആ ഓരോ സംഖ്യയോടും കൂടെ 10 കൂട്ടിയപ്പോൾ റേഷ്യോ എങ്ങനെ മാറി? 5:7 എന്നായിട്ട് മാറി. സോ ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റേഷ്യോ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം തന്നെ ആയിരിക്കണം 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ ആ വ്യത്യാസത്തിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ആദ്യത്തെ 2 ആൾക്കാർ അല്ലെ, അതായത് 3ഉം 5ഉം, ഈ 3ഉം 5ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് നോക്കുക. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. ആ 2 യൂണിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്ന 10. മനസ്സിലായോ? 2 യൂണിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്ന 10. അവിടെ നിന്ന് 1 യൂണിറ്റ് എത്രയാണെന്ന് കാണണം. 1 യൂണിറ്റ് എത്രയാണ്? 10/2 5 കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഇനി ആദ്യ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 5 ചെയ്താൽ മതി, 15. രണ്ടാമത്തെ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 5 × 5 ചെയ്താൽ മതി, 25. അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ എപ്പോഴും 1 യൂണിറ്റ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആ 1 യൂണിറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 15ഉം 25ഉം. ഓക്കെ അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് അതുപോലെയുള്ള മറ്റൊരു ചോദ്യമാണ്. എഗെയിൻ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 സംഖ്യകൾ 2:3 എന്ന അംശബന്ധത്തിലാണ്, 2:3 എന്ന അംശബന്ധത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അവ 3:5 എന്ന അംശബന്ധത്തിലാവും. എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക. തൊട്ടു മുന്നേ ചെയ്ത അതേപോലൊരു ചോദ്യമാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം സംഖ്യകൾ എങ്ങനെയായിരുന്നു? 2:3 അല്ലെ? ആദ്യം സംഖ്യകള് 2:3 എന്ന അംശബന്ധത്തിലായിരുന്നു. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചു അല്ലെ? അപ്പൊ ഇവിടുന്ന് 5 മൈനസ് ആയി അല്ലെ? ഒരു 5 കുറയാണ് ഉണ്ടായത്. 5 കുറഞ്ഞപ്പോ റേഷ്യോ എങ്ങനെയായിട്ട് മാറി? 3:5 എന്ന അംശബന്ധത്തിലായിട്ട് മാറി. 3:5 എന്ന അംശബന്ധത്തിലായി മാറി. എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെയും നമ്മൾ ഈ റേഷ്യോ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കാം. 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? ഞാൻ വട്ടത്തിനകത്ത് ഇട്ടിട്ടുണ്ട്, 1. 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 അല്ലേ? ഈ 2 സർക്കിളിനകത്ത് എഴുതിയ നമ്പറും ഒരുപോലെ ആയെങ്കിൽ മാത്രമേ ഈ റേഷ്യോ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റേഷ്യോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല അല്ലേ? അല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് വരുത്താനായിട്ടുണ്ട്. ആ വ്യത്യാസം വരുത്തുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ 2നെ ഈ 2 കൊണ്ട് ഗുണിക്കുക. അതായത് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഈ 2നെ ഈ 2 കൊണ്ടും ഈ 3നെ ഈ 2 കൊണ്ടും ഗുണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ റേഷ്യോ എഴുതണം. അപ്പൊ പുതിയ റേഷ്യോ എന്താ വരിക? 2 × 2 4:3 × 2 6. മനസ്സിലായോ? ക്ലിയർ ആയോ? എന്താ ചെയ്തിട്ടുള്ളത്? ഈ ആദ്യത്തെ റേഷ്യോനെ, ആദ്യത്തെ നമ്പറിനെ ഈ താഴെയുള്ള ഡിഫറൻസ് ആയ 2 കൊണ്ട് ഗുണിക്കുന്നു. ദെൻ രണ്ടാമത്തെ നമ്പറിനെ ഈ താഴെയുള്ള ഡിഫറൻസ് ആയ 3 കൊണ്ട് ഗുണിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ 3നെ ഈ 1 കൊണ്ട് ഗുണിക്കുന്നു, ഈ 5നെ ഈ 1 കൊണ്ട് ഗുണിക്കുന്നു. 3 × 1 3 തന്നെയാണ്, 5 × 1 5 തന്നെയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ചെയ്ത കാര്യം എന്താണെന്നുള്ളത്? സോ ഇവിടെ നമ്മൾ ചെയ്തത് വ്യത്യാസം എടുത്തു, എന്നിട്ട് ഈ റേഷ്യോനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ആദ്യത്തെ 2 കൊണ്ട് ഈ 2നെ ഗുണിച്ചു 4, ഈ 3 കൊണ്ട് 2നെ ഗുണിച്ചു 6. നെക്സ്റ്റ് ഈ 3 കൊണ്ട് 1നെ ഗുണിച്ചു 3, ഈ 5 കൊണ്ട് 1നെ ഗുണിച്ചു 5. ഇനി ഇത് സ്ട്രക്ചേർഡ് ആയോ എന്നൊന്ന് നോക്കാം. 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2. കണ്ടോ? 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2. 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2.
ഇപ്പൊ ഒരുപോലെ ആയില്ലേ? സോ ഇതുപോലെ ഒരു റേഷ്യോ തന്നാൽ അതിനെ ഈ രീതിക്കാക്കി നമ്മൾ മാറ്റണം, എങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ എത്രയാണ്? 5 കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പൊ കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു 5 കുറഞ്ഞു എന്ന്. സോ ഈ 4ഉം 3ഉം തമ്മിലുള്ള ഈ റേഷ്യോ തമ്മിലുള്ള യൂണിറ്റ് ഗ്യാപ്പ് എത്രയാണെന്ന് കാണണം അല്ലെ? തൊട്ട് മുൻപേ ചെയ്തതുപോലെ തന്നെ 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 1 അല്ലെ? അതായത് ഇവിടെ ഒരു യൂണിറ്റ് ആണ് എത്രയെന്ന് തന്നിട്ടുള്ളത്? 5 എന്ന് തന്നിട്ടുള്ളത്. ഒരു യൂണിറ്റ് ആണ് 5. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 2 യൂണിറ്റ് തന്നപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തി. ഇവിടെ ഒരു യൂണിറ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി അല്ലെ? 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 1, ഒരു യൂണിറ്റ് ആണ് 5. അങ്ങനെയെങ്കിൽ ആദ്യ സംഖ്യ എന്ന് പറയുമ്പോൾ ഈ 4 എത്രയാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? 4 ഗുണം 5 എത്രയാ വരിക? 4 ഗുണം 5 20. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെറ്റ് ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ കറക്റ്റ് ആയിട്ട് റേഷ്യോ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ റേഷ്യോനെ ഒന്ന് ചേഞ്ച് ചെയ്തു. ബാക്കിയെല്ലാം ആ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെയാണ്. ഈ ആദ്യത്തെ റേഷ്യോന്റെ ഫസ്റ്റ് നമ്പറും രണ്ടാമത്തെ റേഷ്യോന്റെ ഫസ്റ്റ് നമ്പറും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കിയാൽ മതി. ആ ഗ്യാപ്പ് ഒരു യൂണിറ്റ് ആണ് അല്ലെ? 4 - 3 ഒരു യൂണിറ്റ് ആണ്. ആ ഒരു യൂണിറ്റ് ആണ് ഇവിടെ 5 എന്ന് തന്നിട്ടുള്ളത്. എങ്കിൽ 4 എത്ര എന്നാണ് ചോദ്യം. ആദ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഇനി ഈ റേഷ്യോ മാത്രമേ നോക്കാൻ പാടുള്ളൂ, ഇപ്പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. 4 ഗുണം 5 എത്ര കിട്ടും? 20 എന്ന് കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 20 ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 5:6 ഗുണനഫലം 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? എഗെയിൻ ഒരു കുറച്ച് ഹയർ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 5:6 5:6 എന്നാ തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 5ഉം 6ഉം കൃത്യമായ സംഖ്യകളാണോ? അല്ല, ഇത് കൃത്യമായ സംഖ്യകളാകുന്നത് നമ്മൾ അതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അല്ലെ? ഇത് 5x ആണ്, ഇത് 6x ആണ്. ഇനി ഇവയുടെ ഗുണനഫലം 480 എന്ന് പറയുന്നു. അപ്പൊ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? 5x × 6x സമം എത്രയാ വരിക? 480. അപ്പൊ 6 ഗുണം 5 30 എന്ന് എഴുതാം. x × x എത്രയാ വരിക? x² ആണ് അല്ലെ? 30x² ആണ് 480. എങ്കിൽ x എത്രയാന്നാ കാണണ്ടേ? x² എഴുതാം. 480/30 അല്ലേ? 0 കട്ട് ചെയ്തു. ഇത് ഒരു തവണ 16 അല്ലെ? x² 16 ആണെങ്കിൽ x എത്രയായിരിക്കും? √16, അതായത് 4 എന്ന് കിട്ടും അല്ലെ? എക്സിന്റെ വാല്യൂ ഇവിടെ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. x എന്നുള്ളത് 4 എന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ ഏതാണ് എന്നാണ്. 5x ആണോ 6x ആണോ വലിയ സംഖ്യ? 6x ആണ് വലിയ സംഖ്യ അല്ലെ? സോ ഇവിടെ നിന്ന് 6x കണ്ടുപിടിച്ചാൽ മതി. 6x എന്നുള്ളത് 6 ഗുണം 4 6×4 24 എന്ന് കിട്ടും അല്ലെ? 6×4 24. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ 5x 6x എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു x² മിസ്സായി പോകും. ഓക്കെ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഗുണനഫലം എന്ന് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യ ഇൻറ്റു രണ്ടാമത്തെ സംഖ്യയാണ്. സോ ഗുണനഫലം എന്ന് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യ ഇൻറ്റു രണ്ടാമത്തെ സംഖ്യയാണ്. സോ 5x × 6x ചെയ്യുമ്പോൾ 6×5 30, പിന്നെ ഒരു x² കൂടെ അവിടെ ഉണ്ടാവും. ആ x² എഴുതാൻ വിടരുത്. അങ്ങനെ നമുക്ക് x = എത്ര കിട്ടും? 4 കിട്ടും. സോ ആൻസർ വരുന്നത് ഇവിടുത്തെ വലിയ സംഖ്യ എത്രയാണ്? 6x. 6 × 4 24. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്.
അച്ചുവിന്റെ വീടിന്റെ ചുമര് തേക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമന്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വാങ്ങണം എന്നാണ് ചോദ്യം. LDCയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ, റേഷ്യോ തന്നിട്ടുള്ളത് 1:5 എന്നാണ്. അതിന് മുൻപേ ഞാനിവിടെ ഇതിന്റെ പേരൊന്ന് എഴുതാം. ഏതൊക്കെയാ? ചുമര് തേക്കുന്നതിന് സിമന്റും മണലും തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലേ? സിമന്റും അതേപോലെ തന്നെ മണലും. സിമന്റും മണലും തമ്മിലുള്ള റേഷ്യോ ആണ് 1:5 എന്ന് തന്നിട്ടുള്ളത്. ഇനി ഇതിനായി 45 ചാക്ക് സിമന്റ് ഉപയോഗിച്ചു. അതായത് ഈ 1 എന്ത്? 45 ചാക്ക്. റേഷ്യോയിലെ 1 45 ചാക്ക് എങ്കിൽ റേഷ്യോയിലെ 5 എത്രയാണ് എന്നാണ് നിങ്ങളോട് ചോദ്യം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അല്ലേ? 1 45 ആണെങ്കിൽ 5 എത്രയാണെന്നാ ചോദ്യം. സോ ഇവിടുന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, 1നെ 45 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് 45 കിട്ടുന്നത്. അപ്പോൾ 5നെയും നമ്മൾ എന്തുകൊണ്ട് തന്നെ ഗുണിക്കണം? 45 കൊണ്ട് തന്നെ ഗുണിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കുക. 1 45 ആയാൽ 5 എത്രയാണ് എന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഗുണം 45 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും അല്ലെ? 5 ഗുണം 45 എത്ര വരിക? 225. എത്രയാണ്? 225 ചാക്ക് മണലാണ് നമുക്ക് ആവശ്യമായിട്ട് വരാം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? സോ ഒരേപോലത്തെ അല്ലെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള എന്നാൽ എല്ലാ പാറ്റേണും ഏകദേശം ഒരുപോലെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയ ഈ കഴിഞ്ഞ 10 ചോദ്യം. ക്ലിയർ അല്ലേ? സോ ഈ അംശബന്ധം അനുപാതം എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ തന്നെ ചെറിയ 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 മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചു പോകുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരേ ക്വസ്റ്റ്യൻ ആണ്, ഒരേ പാറ്റേൺ ആണ്, നമ്പേഴ്സ് മാത്രമാണ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും നമ്മുടെ ഇനി വരുന്ന LDC എക്സാമിനും 10th പ്രിലിംസിനും 12th പ്രിലിംസിനും ഒക്കെ ചോദിക്കാനായിട്ട് പോകുന്നത്. സോ അംശബന്ധവും അനുപാതവും എന്ന ടോപ്പിക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.